അച്ഛാ, ഏ അച്ഛൻ കൂടെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു വിപ്ലവം സൃഷ്ടിക്കാം നമുക്ക്. വിപ്ലവമൊക്കെ സൃഷ്ടിക്കാം. പക്ഷെ അതിന് മുമ്പ് നീ ആ PSC ടെസ്റ്റ് എഴുതി പാസ്സാകാൻ നോക്ക്. ഓ, എന്റെ പൊന്നെ. എന്താ അച്ഛൻ കാണിക്കുന്നത്? ചെരുപ്പ് പോയടാ, ചെരുപ്പ് പോയി. എന്റെ പൊന്നെ, ഞാൻ പറഞ്ഞാണ് ഇറങ്ങല്ലേ. നടക്ക്, പോയ പോട്ട്. ചെരുപ്പ് എടുക്കാല്ലേ, അമ്മ പിന്നെ കൊല്ലും കേട്ടാ. നീ നടക്കടാ, ഉള്ളതൊക്കെ മതി. അല്ല, എപ്പോഴും നീ PSCയുടെ കാര്യം പറയുന്നേ? നിനക്കത് വല്ല വിധേനം പാസ്സായ ഒരു സർക്കാർ ജോബ് വേണമെന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട്. അതെനിക്ക് ഇഷ്ടമല്ല. എന്ത് PSC ടെസ്റ്റ് എഴുതുന്ന? അതല്ല, പിന്നെ എപ്പോഴും ഈ PSC പഠിക്കുന്ന പറഞ്ഞോണ്ടിരിക്കുന്നത്. നിനക്കൊരു നല്ലത് വരുത്തുന്ന ഓർത്തല്ലേ ഞാൻ ഈ പറയുന്നത്. അങ്ങനെ എപ്പോഴും പറയുമെന്ന് വേണ്ട, ഞാൻ തന്നെ പഠിച്ച് ജോലി ചെയ്യാൻ വാങ്ങിച്ചോണം. ഓ ആയിക്കോട്ടെ. ഇനി എന്റെ ശബ്ദം കേൾക്കുന്നതാണ് നിനക്ക് കുഴപ്പമെങ്കിൽ ഞാൻ മിണ്ടുന്നില്ലടേ. അതാ നല്ലത്, മിണ്ടണ്ട. അച്ഛാ, ഇതിനൊന്നും മിണ്ടാതെ പോന്നേ. നിനക്ക് എന്റെ ശബ്ദം കേൾക്കുന്ന അലർജി അല്ലേ? പിന്നെ ഞാനെന്താ മിണ്ടുന്നത്? എന്തെങ്കിലും പറഞ്ഞ അപ്പ തന്നെ ഫീലിങ്സ് അങ്ങോട്ട്. എടാ, നിനക്കൊരു നല്ലത് വരുത്തുന്ന ഒരു കാര്യം പറയുമ്പോൾ അതിന് നീ പുച്ഛിച്ച് കളിയാ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അതൊക്കെ എനിക്ക് അറിയാലോ, ഇങ്ങനെ പിണങ്ങാതെ. എനിക്ക് ആകെ ഒരു അച്ഛനല്ലേ ഉള്ളൂ. ഇന്നലെ അടിച്ച എന്നെ കെട്ടതോരെ പോയിട്ടില്ലെന്ന് തോന്നുന്നു. വേണ്ട, ഞാൻ അച്ഛനും നീ മകനും, അത് മറക്കണ്ട. അതെനിക്കറിയാം. യു ആർ മൈ വൺ ആൻഡ് ഓൺലി അച്ഛൻ. അണ്ണാൻ്റെ ഉള്ളി അച്ഛൻ. ആ പിണക്കം അങ്ങോട്ട് മാറ്റേ. പിണക്കമൊക്കെ മാറ്റി. എന്നൊരു നല്ല പാട്ടും കൂടെ പാടുത്താ ഈ മോനെ. പാട്ട് പാടാ, ആദ്യം കാല് കഴിട്ട് മുഴുവൻ ചെള്ളേ. പിടി. നീ പാട്ട് പാടാത്ത കൊണ്ട് നിന്റെ പഠിത്തം ശരിയാവാതിരിക്കണ്ട. പാടിത്താ, ഞാൻ കേക്കട്ടെ. കഴിയിട്ട് കേറാ, മൊത്തം അഴുക്കാണ്. ചേർ തന്നെയാണ്, അത് വേർന്നിട്ടുണ്ടോ? സ്വന്തം പാടവാ, അത് മറക്കണ്ട. പൊന്നു വിളയുന്ന പാടവാ, നല്ല ഉഗ്രം മണ്ണാണ് ഇവിടെ ഉള്ളത്, അറിയാവോ? എന്നിട്ട് അത് വിൽക്കാൻ നോക്കുന്ന ഇടക്കിടക്ക്. നീ ആവശ്യത്തിന് സംസാരിക്കും കേട്ടോ. മൂടുമാറ്റെ പാട്ട് പിടി. ഓക്കെ, യെസ്. മറക്കൂടയാൽ മുഖം മറയ്ക്കും മാനല്ല, മഷിക്കെറുപ്പാൽ മിഴി എഴുതും മീനല്ല, മൂന്നിലാമല്ല പുലർവേളയിൽ മുല്ല പൂക്കില്ല പൂവന്തിയിൽ. ബാക്കി കിട്ടത്തില്ലടേ, ശബ്ദം കിട്ടുന്നില്ല. ഇതിനൊരു താത്തി പിടിച്ചാലേ കിട്ടുള്ളൂ. മതി, ഇത്രയൊക്കെ മതിയാ. ഇന്നത്തെ പോലെ പണിയെടുത്തിട്ട് നല്ല കുത്തരി ചോറും നല്ല പയറ് തോരനും നല്ല ചുട്ടരത്തെ തേങ്ങയുടെ ചമ്മന്തിയും കൂട്ടി നീ കഴിച്ചിട്ടുണ്ടോ? ഇല്ല, പക്ഷെ ഇന്ന് കഴിക്കാലോ. ഇന്ന് പറ്റുമെന്ന് തോന്നുന്നില്ല, നമുക്ക് പിന്നീട് ഒരു ദിവസം കഴിക്കാം. തിന്നുമ്പോഴെങ്കിലേക്ക് ഇടുതാപ്പ് ചെവി വെക്കാതിരുന്നൂടെ? തർക്കുത്തരം പറയുന്ന പിടിച്ചു പൊട്ടിക്കച്ച. ആ, നിനക്കുള്ളത് ഇപ്പൊ അമ്മ കൊണ്ടുവരണ്ട്. ബിയർ പണിയെടുത്ത് ക്ഷീണിച്ചു വരുമ്പോ 2 ചിൽഡ് ബിയർ. തറവാടിയാ. എന്തുവാ മേനോ ചുമ്മാ തന്നെ നമുക്ക് പട്ടണക്കിയാ കൊടുക്ക്. അച്ഛ, അവൻ കുടിച്ച ബിയറും കുപ്പിയാണിത്. ഞാൻ നിന്നെ മകനായിട്ടല്ല കൂട്ടുകാരനായിട്ടാ കണ്ടിരിക്കുന്നത്. എന്നിട്ട് എനിക്ക് തരാതെ 2 ബിയർ നീ അടിച്ചോടാ. ഞാൻ അടിച്ച ബിയറൊന്നും അല്ലിത്. നീ മിണ്ടരുത്. നിങ്ങൾക്ക് അതിൽ നിന്ന് ഷെയർ കിട്ടാത്ത പ്രശ്ന. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, ഈ വീടിന്റെ മൂലക്ക് ഒരു ബാറങ്ങ് തുടങ്ങാം. എന്നിട്ട് അച്ഛനും മോനും കുടിച്ചങ്ങ് കൂത്താട്. സത്യമായിട്ട് എന്റെ കുപ്പിയൊന്നുമില്ല, എനിക്കറിയാൻ വയ്യ. നീ തന്നെ കുടിച്ചേ. ഞാനല്ല കുടിച്ചേ. നീ അല്ല കുടിച്ചതെങ്കിൽ പിന്നെ നിന്റെ റൂമിലെ കബഡിൽ എങ്ങനെയാടാ ഈ കുപ്പി വന്നത്? എന്റെ പൊന്നമ്മ, ഞാനിത് പറമ്പിൽ കൊടുന്ന ആകെ ബിയറും കുപ്പിയാണ്. മണി പ്ലാന്റ് കാണാൻ വേണ്ടി കട്ടിങ്സ് എല്ലാം വെളിയിൽ കിടപ്പുണ്ട്. സത്യാണോടാ? പിന്നെ സത്യമല്ലാതെ. എന്നാ പിന്നെ ഇത് നേരത്തെ അങ്ങ് പറഞ്ഞൂടെ? ഈ അടി കച്ചും പിന്നെ മേടിക്കണോടാ? അത് പറയാൻ ഒരു ഗ്യാപ്പ് തരണ്ടേ? അപ്പോഴേ തുടങ്ങിയില്ലേ പടക്കം പൊടി അടിക്കാൻ വേണ്ടി. നോണയമ്മ നോണ
അറിയാം. നീ പോടി കള്ളു കൂടിയെത്തി. നീ ഇവിടെ കള്ളു കുടിക്കാം. അന്ന് നീ എന്നെ എവിടെ കൊണ്ടുപോയി? ഇവളുടെ കൂട്ടുകാരിയുടെ കല്യാണം. നിന്റെ മറ്റേ കൂട്ടുകാരിയുടെ കല്യാണം. ആവശ്യമില്ലാത്ത കാര്യം കൂടെ പറയണേ. അന്ന് ഇവക്ക് എല്ലാവരുടെ വീട്ടിൽ പോയി ബിയർ അടിക്കാം, അതിന് കുഴപ്പമില്ല. മധു, എന്താ അച്ഛാ? നീ ബിയർ കുടിച്ചോടി. അച്ഛൻ കുടിക്കാറുണ്ടല്ലോ. ഞാൻ കുടിച്ചാ നീ കുടിക്കോ? ആ കുടിക്കും. ഇങ്ങനെയൊക്കെയാണോ അച്ഛനോട് സംസാരിക്കുന്നത്? അമ്മേ, അമ്മോട് ഞാൻ ഒന്ന് പറഞ്ഞാലോ, ഒരു ഗ്ലാസ് ബിയർ ആ പിള്ളേരെന്നെ പറ്റിച്ചു കുടിപ്പിച്ചാന്ന്. അയ്യോ, അപ്പൊ അച്ഛനൊന്നും അറിഞ്ഞില്ല? അച്ഛൻ ഇവിടെ വേറെ പോട്ടനല്ലേ, പോട്ടൻ. അത് അവള് പറഞ്ഞില്ലടാ, അവക്കൊരു അബദ്ധം പറ്റിയതാന്ന്. പിന്നെ ഇതെന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നെന്നാ? അവക്ക് പറ്റിയത് അബദ്ധം എന്നെ ഒന്ന് ടപ്പേന്ന് പൊട്ടിക്കുകയും ചെയ്യും അല്ലേ അമ്മേ? ആ ഞാൻ പൊട്ടിക്കും. ആ അവ കൊമ്പണ്ട പാവ അച്ഛൻ. അല്ലെങ്കിൽ എന്നെ ഇവിടെ ആർക്കും ഒരു വിലയില്ല.